അതായത് ഒരാളെ എങ്ങനെ ട്രെയിൻ അടിച്ചാലും ലോക്കോ പൈലറ്റിന് ഒരു 2 ദിവസത്തിന് അസ്വസ്ഥതയായിരിക്കും. കാരണം നമ്മുടെ കുറ്റം അല്ലെങ്കിലും നമ്മുടെ കുറ്റമല്ലത്. ഇതിനകത്തിരിക്കുന്ന 1000, 1500 പേരുടെ 1200 പേരുടെ ജീവൻ എന്ന് പറയുന്നത് ഈ ഒരു ലോക്കോ പൈലറ്റിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 450 മീറ്ററിനകത്ത് ആൾ നിന്ന് കഴിഞ്ഞാൽ ഇടിച്ചിരിക്കും. നിൽക്കത്തില്ല. അത് 10 കിലോമീറ്റർ സ്പീഡിൽ പോയി ഇടിച്ചാലും ആൾ ചത്തു. അതായത് നമുക്ക് ഗേറ്റിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നടന്നു പോകുന്നവരെ RPF ഏത് സമയത്തും പിടിച്ചോണ്ട് പോവാം. ട്രസ്പാസിങ്. നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്കൊരു ലൈഫ് കിട്ടുന്ന റിട്ടയർ ആയതിനു ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ ഫാമിലിയോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സമയം. അപ്പോഴത്തേക്ക് നമ്മുടെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ടാവും 60 എന്ന് പറയുമ്പോഴത്തേക്കും. വണ്ടി ട്രാക്ക് എവിടെയെങ്കിലും ഫെയിലിയർ ആയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് കൊണ്ടുപോകാൻ പറ്റണം ഒരു ലോക്കോ പൈലറ്റിന്. ആരെങ്കിലും ഒരാൾ കണ്ടെങ്കിൽ ഒരു സിഗ്നൽ പറയാനാവും വിട്ടുപോയാൽ നമ്മൾ ആബ്സെന്റ് മൈൻഡ് ആയിട്ടാണെങ്കിൽ പോയി 2 പേരുടെ ജീവിതം വീട്ടിൽ പോകും. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് കൊല്ലത്ത് അതിൻ്റെ സഞ്ചാരം തുടരുകയാണ്. ദീർഘയാത്രകളുടെ അമരക്കാരൻ ഗോപകുമാർ സാറിൻ്റെ ജീവിത അനുഭവങ്ങൾ തുടരുന്നു. ഈ ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ ഈ എഞ്ചിൻ ക്യാബിനുള്ളിൽ, അല്ലേ? അതെ. കാരണം മറ്റു ഡ്രൈവർമാരെ പോലെ സ്റ്റിയറിംഗിന്റെ പണിയില്ല, ഗിയറിന്റെ പണിയില്ല, അല്ലേ? ഈ ഹോൺ അടിക്കണം, സ്പീഡ് കൂട്ടണം കുറയ്ക്കണം, അല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ മനോധർമ്മം ഒന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടി ഓടിക്കലൊരു മനോധർമ്മമാണ്. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവർ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓടിക്കേണ്ടതെന്ന് പറയുമ്പം വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചെല്ലത്തില്ല. അവർ പറയുന്നത് അതിൻ്റെ മെഷീൻ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക് ഓടിക്കണമെന്നാണ്. പക്ഷെ അന്നേരം വണ്ടി ചെല്ലത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മനോധർമ്മം കുറച്ച് നമ്മൾ അതിനകത്ത് പ്രയോഗിക്കും. 500 മീറ്ററിൽ ബ്രേക്ക് പിടിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 300-ലോ 400-ലോ പിടിച്ച് കൊണ്ടിയല്ലാതെ കൊണ്ടിയില്ല. സ്പീഡ് ഇത്ര സമയം കൊണ്ട് പിക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശകലം കൂടെ ആക്സിലറേഷൻ കൂട്ടിക്കൊടുക്കും. അപ്പം അത് നമ്മുടെ മനോധർമ്മമാണ്. നമ്മൾ 2 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഈ പവർ കൊടുക്കുന്നത് ഇനി വേരിയേഷൻ ഉണ്ട്, ഇത്ര സമയം കഴിഞ്ഞ് കൊടുക്കാവുള്ളതുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അത് വെച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഒരു ശകലം കൂടെ കൂട്ടി നമ്മുടെ ആക്സിലേഷൻ അനുസരിച്ച് കൊടുക്കും. നമ്മുടെ ആക്സിലേഷൻ ഉണ്ട്, നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ അതിൻ്റെ ഒരു മിനിമം ടൈം എടുത്തിട്ട് അവർ പറഞ്ഞ മാക്സിമം എടുത്തിട്ട് ചെയ്യാനാണ് പറഞ്ഞാൽ മിനിമം ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോഴൊക്കെ വണ്ടി സ്ലോ ആവാറുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് പോയിട്ട് പിന്നെ വണ്ടി പെട്ടെന്ന് സ്പീഡ്. അതിന് കാരണം വെച്ചാൽ ട്രാക്ക് വർക്ക് നടക്കുന്നിടത്ത് നമുക്ക് ഇപ്പം 134 കിലോമീറ്റർ 134 പോയിന്റ് ഇപ്പോൾ OC മാസ്ക് നമ്പറാണ് കൊടുക്കുന്നത്. അവിടത്ത് വർക്ക് നടക്കുന്നതെന്ന് പറയും. അത് 10 കിലോമീറ്റർ സ്പീഡ് മുതൽ കൂട്ടി ഉള്ള സ്പീഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് സ്റ്റേഷൻ തുടങ്ങുമ്പോൾ ഒരു പേപ്പർ തരും. നമ്മൾ ഇവിടുന്ന് ഷൊർണൂർ ചെല്ലുന്ന അല്ലെങ്കിൽ എറണാകുളം ചെല്ലുന്ന വരെയുള്ള സ്ഥലത്ത് എന്തെല്ലാം വർക്കുണ്ട് ഷീറ്റ് കിട്ടും. ഒരു ഷീറ്റ് തരും. ആ ഷീറ്റ് നമ്മൾ നോക്കിയിട്ട് ആ കിലോമീറ്റർ നമ്മൾ പതുക്കെ പോകണം. അതിനുള്ള നിർദ്ദേശം മുൻകൂട്ടി തരുന്നതാണ്. മുൻകൂട്ടി തരും, പേപ്പറിൽ എഴുതി തരും. ഇന്ന കിലോമീറ്ററിൽ 30 കിലോമീറ്റർ സ്പീഡിൽ പോകണം. ഇതിനെക്കുറിച്ചൊന്നും പൊതുവൊരു ധാരണയില്ല. അപ്പോൾ അത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ 30 കിലോമീറ്റർ സ്പീഡിൽ പോകണം. പിന്നെ അടുത്തത് അല്ലാതെ തന്നെ ഈ കട്ടിങ്ങും വളവും ഒക്കെ കാരണം 110 ആണെങ്കിലും 90, 80 ഒക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അവിടെ എല്ലാം ആ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഓവർ സ്പീഡിൽ പോയാൽ നമുക്ക് പണിഷ്മെന്റ് കിട്ടും, കുറഞ്ഞ സ്പീഡിൽ പോയാലും പണിഷ്മെന്റ് കിട്ടും. കേരളത്തിലെ റെയിലിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ മാക്സിമം പോകുന്നുണ്ട്? നമ്മൾ കായംകുളം വരെ 90, എറണാകുളം മുതൽ കായംകുളം വരെ 90. ആലപ്പുഴ ലൈനിലോ അതോ കോട്ടയോ? 2 സൈഡും 90. ഹരിപ്പാട് മുതൽ ഇടയ്ക്കൊക്കെ ഒരു ചില 100 കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ കായംകുളം കഴിഞ്ഞാൽ 100. കായംകുളം ടു തിരുവനന്തപുരം 100 ഇടയ്ക്കാണ് വിഷയം. അവിടുന്ന് അങ്ങോട്ട് എറണാകുളം ഷൊർണൂർ 80 ഷൊർണൂർ മംഗലാപുരം 100, 110 ഒക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പ്ലെയിനാണ്, കുറെ പ്ലെയിനാണ്, വളവും തിരിവില്ല, കട്ടിങ് ഇല്ല. ഇതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് വ്യൂ ഒബ്ജക്റ്റ് ആകും. അപ്പോൾ അത് കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കാരണമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ട്രെയിനിൻ്റെ വളവിൻ്റെ ഇത് നോക്കണമല്ലോ, കർവേച്ചറിൻ്റെ ഇത് നോക്കിയിട്ടാണ് ആ സ്പീഡ് കൊടുത്തിരിക്കുന്നത്. 80, 90 ഒക്കെ. വളവില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൊടുക്കാൻ പറ്റും, സ്പീഡ് കൂട്ടി കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്പീഡ് കൂട്ടലും കുറയ്ക്കലും മാത്രമല്ല, ഈ മെക്കാനിസം, അതായത് ഡീസൽ ആണെങ്കിലും AC ആണെങ്കിലും മൊത്തം നമ്മുടെ തലയിലാണ്. ഇതിൻ്റെ വർക്കിംഗ് എവിടെങ്കിലും നിന്ന് പോയാൽ അതിനകത്തൊരു നമ്മൾ വിചാരിക്കുന്ന പോലെ മോട്ടർ മാത്രമല്ലോ, ഇതിൻ്റെ ബ്രേക്ക് പിടിക്കാനുള്ള എയർ പ്രഷർ, കൂളിങ്ങിനുള്ള എൻജിൻ കൂളിങ്ങിനുള്ള സൗകര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ എല്ലാം ലൂബ്രിക്കേഷൻ എല്ലാം ഇതിനകത്ത് സെപ്പറേറ്റ് മോട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒന്ന് ഫോൾട്ടായി പോയാൽ വണ്ടി നിന്ന് പോകും. എന്നെ പോലുള്ള ഏതൊരു വ്യക്തിക്കും ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഭൂരിഭാഗം പേർക്കും ധാരണയില്ല, അറിയാവുന്നവരുണ്ടാവും. പക്ഷെ ഭൂരിഭാഗം പേർക്ക് ഒരു ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടി ഓടിക്കലെന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടലും കുറയ്ക്കലും മാത്രമല്ല. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ പണ്ട് ട്രാക്ക് നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പോൾ OQ കൂടെ നോക്കണം.
OH എന്ന് പറഞ്ഞാൽ മുകളിൽ കൂടെ ലൈൻ വലിച്ചിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും പൊട്ടിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഈ ലോക്കോയുടെ മുഴുവൻ ഉത്തരവാദിത്വം, ഇതൊരു സബ്സ്റ്റേഷനാണ്, 110 kV സബ്സ്റ്റേഷനാണ് ഈ ലോക്കോയ്ക്കകത്തിരിക്കുന്നത്, AC ഇപ്പം ഇലക്ട്രിക് ലോക്കോയിൽ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഫാൾട്ടുകൾ വരുന്നുണ്ടോ, അതിൻ്റെ മെഷീനുകൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഈ സിഗ്നൽ നോക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണുകൾ ഈ മെഷീൻ, നമ്മുടെ എൻജിൻ റൂമിനകത്തെ മെഷീനിലും ട്രാക്കിയിലും OH പോയിക്കൊണ്ടിരിക്കണം. അതനുസരിച്ച് നമ്മുടെ മനസ്സ് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി കൃത്യമായി ഓടിക്കാനും അത് ചെയ്യാനും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എനിക്കറിയാം ഈ ലോക്കോ പൈലറ്റിന്റെ കാഴ്ചയാണ്. കാരണം ഒരു ലോക്കോ പൈലറ്റിന്റെ കാഴ്ചയിൽ വലിയ വ്യത്യസ്തത ഒന്നും ഉണ്ടാവാറില്ല. കാരണം ഇന്ത്യയിൽ എവിടെ സഞ്ചരിച്ചാലും ഇന്ത്യയുടെ ഒരു വീടുകളുടെ പിൻഭാഗം ഒരു നരച്ച ഇന്ത്യയാണ് കാണുന്നത്. യാത്രയിലൂടെ നമ്മൾ യാത്രയിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഏകദേശം വലിയ വ്യത്യാസം കാണുന്നില്ല, ഇല്ലേ? ഒരു നരച്ച ഇന്ത്യയെ കാണാൻ കഴിയും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മൾ എല്ലാ ദിവസവും അത് ചെറിയ ദൂരമല്ല, ദീർഘദൂരം ഒരേ കാഴ്ച കാണുക, ഒരേ കാഴ്ച തന്നെയാണ്. വ്യത്യാസം വലിയ വരികയല്ല, ഒരേ കാഴ്ച, അതിന്റെ ഒരു ആവർത്തനമാണ്. നമുക്ക് ഈ ലോക്കോയ്ക്ക് പുറത്ത് ഏതൊരു പ്രൊഫഷനിൽ നോക്കിയാലും വ്യത്യസ്തതകളാണ്, അല്ലെ? ഞാനിപ്പോ ഇവിടുന്ന് മിക്കപ്പോഴും കണ്ണൂർ വരെ, കരുനാഗപ്പള്ളി ടു കണ്ണൂർ യാത്ര ചെയ്യാറുണ്ട്. ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഒറ്റ കാരണം, എനിക്ക് ഒരുപാട് ആൾക്കാർ പുതിയ വരും, കാണാൻ പറ്റും, പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റും. അതെ അതെ അതെ. പക്ഷെ ലോക്കോ പൈലറ്റിന് ഏകദേശം ഒരേ കാഴ്ചയാണ്. മടുപ്പ് തോന്നിയിട്ടുണ്ടോ? മടുപ്പ് തോന്നുന്നത് നമ്മളെ കാഴ്ച കാണലല്ലോ നമ്മളെ പണി. പക്ഷെ ഡെയിലി കണ്ടോണ്ടിരിക്കുകയാണ്. അല്ല, അതിന് വ്യത്യാസം ഉണ്ടാകും. അതായത് വരുന്ന ലോക്കോയ്ക്ക് വ്യത്യാസം, കൂടെ വരുന്ന അസിസ്റ്റന്റിന് വ്യത്യാസം, വരുന്ന വണ്ടിക്ക് വ്യത്യാസം. ഒരു വണ്ടിക്ക് കരുനാഗപ്പള്ളി സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അടുത്ത വണ്ടിക്ക് കരുനാഗപ്പള്ളി സ്റ്റോപ്പ് കാണത്തില്ല, പക്ഷേ കായംകുളത്തേ കാണുള്ളൂ. കായംകുളം വിട്ടാൽ ചിലപ്പോൾ ഒന്നീ ആലപ്പുഴ വഴി പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ കോട്ടയം വഴി പോകുന്നതായിരിക്കും. അപ്പം കോട്ടയം വഴി പോകുന്നതിൻ്റെ ഒരു മനസ്സായിരിക്കത്തില്ല ആലപ്പുഴ പോകുന്നതിൻ്റെ മനസ്സ്. എല്ലാ ദിവസത്തെയും ഡ്യൂട്ടി നമുക്ക് വ്യത്യസ്തമായ ഡ്യൂട്ടികളാണ്, അനുഭവം വ്യത്യസ്തമാണ്. കാഴ്ചയൊക്കെ നമുക്ക്, നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് ട്രെയിനിൽ കയറിയ എന്നേരത്തുനിന്ന് എഞ്ചിനകത്തെ അതിൻ്റെ മെഷീനും സെറ്റപ്പും അതിൻ്റെ മെക്കാനിക്സും എല്ലാം ഓക്കെയാണോ, പിന്നെ ട്രാക്ക്, സിഗ്നൽ, OH, ഇത് മൂന്നുമാണ് നമ്മുടെ വരുന്നത്. പിന്നെ ട്രാക്ക്, നമ്മൾ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ എത്ര പേര് നിൽക്കുന്നു പോലും നമുക്കറിയത്തില്ല. കാണാനോ നമുക്ക് പരിചയമുള്ളവർ കാണും, അവർ പറയുന്നല്ല ആ വണ്ടി പോയില്ല എന്ന് ചോദിക്കും, പക്ഷെ നമ്മൾ അവരെ കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ ഡ്യൂട്ടിയിൽ എന്നും വ്യത്യസ്തമാണ്, തുടങ്ങുമ്പോൾ മുതൽ വ്യത്യസ്തമാണ്. ഡ്യൂട്ടി പുതിയ ഡ്യൂട്ടിയാണ്. ഇന്നലത്തെ ഡ്യൂട്ടി തീർന്നു, ഇന്ന് പുതിയ ഡ്യൂട്ടിയാണ്. സ്റ്റേഷനിലായാലും സ്റ്റേഷനിൽ കണ്ണ് മൊത്തം ട്രാക്കിലും ഇതുപോലെ ആയിരിക്കും. ട്രാക്ക്, OH, സിഗ്നൽ, ഇത് മൂന്നിലും ആയിരിക്കും നമ്മുടെ മനസ്സും കണ്ണ്. പിന്നെ എഞ്ചിനകത്തുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ് കൂടുതൽ വണ്ടി ട്രാക്ക് എവിടെയെങ്കിലും ഫെയിലിയർ ആയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് കൊണ്ടുപോകാൻ പറ്റണം ഒരു ലോക്കോ പൈലറ്റിന്, പാസഞ്ചർ എക്സ്പ്രസ് കുറിച്ച് ഏതാണെങ്കിലും. അപ്പോൾ അല്ലെങ്കിലും നമുക്ക് ചോദ്യം വരും, എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച്, ഇപ്പം പഠിച്ചിരിക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു 110 kV സബ്സ്റ്റേഷൻ, ഒരു ട്രാൻസ്ഫോമർ. അല്ല, അതായാലും ഈ എഞ്ചിനുള്ളിൽ ഒരു 110 kV സബ്സ്റ്റേഷന്റെ പവർ ഉണ്ട്. 110 kV ഒരു ട്രാൻസ്ഫോമർ 11 kV എടുത്തിട്ട് നമ്മൾ 1000 വോൾട്ടായിട്ടാണ് നമ്മുടെ മോട്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോമറാണ് അതിൻ്റെ ഫസ്റ്റ് ഇത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം, അതിൻ്റെ ഈ എഞ്ചിൻ ഇത് ഓടാനുള്ള മോട്ടറുകൾ, അതിൻ്റെ സംവിധാനങ്ങൾ, ബ്രേക്ക് പിടിക്കാനുള്ള എയർ ഉണ്ടാക്കാനുള്ള കംപ്രസർ, 3 കംപ്രസറുണ്ട്. അപ്പോൾ കംപ്രസറുകൾ, അതിൻ്റെ മെഷീനുകൾ എല്ലാം നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ നമുക്ക് വീട്ടിൽ നോക്കാൻ പറ്റും. നമുക്ക് വേറെ പ്രഷർ കുറഞ്ഞാൽ കംപ്രസറിന് ഫെയിലിയർ, പവർ കുറഞ്ഞാൽ ട്രാൻസ്ഫോമറിന് ഫെയിലിയർ. അപ്പോൾ നമ്മളിത് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം, നോക്കിയിരിക്കണം. അപ്പം നമുക്ക് ഇന്ന് ഈ ഒരു ഡിസൈൻ വരുന്ന ലോക്കോ ആയിരിക്കത്തില്ല നാളെ വരുന്നത്. ഇപ്പം നമുക്ക് ഉണ്ടാക്കുന്ന ലോക്കോ ICF-ന്റെ ആണെങ്കിലും ഓരോ ലോക്കോയ്ക്കും ഓരോ മോഡലും ഓരോ രീതിയായിരിക്കും. അതിന് 2-3 ടൈപ്പ് ഉണ്ട്, രീതി വ്യത്യാസമുണ്ട്. ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാം ഒരേ രീതിയിലായിരിക്കും, പക്ഷേ അതിൻ്റെ മെഷീനുകൾക്കും അറേഞ്ച്മെന്റുകൾക്കും എല്ലാം വ്യത്യാസമുണ്ട്. ഇപ്പം വരുന്ന വെള്ള കളറുള്ള ലോക്കോ എന്ന് പറയുന്നത് ഡീജനറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ നേരം കറണ്ട് തിരിച്ച് OH കൊടുക്കും. OH കൊടുക്കുന്ന ടൈപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ ബ്രേക്ക് പിടിച്ച് നമ്മൾ പിടിക്കുന്ന പോലെ തന്നെ വീലെ പിടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ആ മോട്ടർ ഡൈനാമോ ആയിട്ട് മാറ്റിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ബ്രേക്കിങ് നടക്കും. അപ്പോൾ അത് ചെയ്യാനുള്ള ഇത് വേണം. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി, എഞ്ചിൻ കാണുമ്പം തൊട്ട് നമുക്ക് വ്യത്യസ്തമാണ് ഡ്യൂട്ടികൾ. സ്റ്റോപ്പിങ് വ്യത്യസ്തം, ചിലതിൻ്റെ സ്പീഡ് വ്യത്യസ്തം, ചിലതിന് 110 കിലോമീറ്റർ കാണുകയില്ല, എഞ്ചിന് 100 കാണുകയുള്ളൂ, ചിലപ്പോൾ 110 കാണും. അപ്പോൾ 110 പോകാൻ നോക്കണം, 100 അപ്പുറത്തോട്ട് പോകാൻ നോക്കണം. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് വ്യത്യസ്തമാണ്. വരുന്ന അസിസ്റ്റന്റ് വ്യത്യാസം, അസിസ്റ്റന്റിന്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതെല്ലാം പിന്നെ സമയം
ചിലപ്പോൾ രാത്രി ആയിരിക്കും കയറുന്നത്, ചിലപ്പോൾ രാവിലെ ആയിരിക്കും കയറുന്നത്, ഉച്ചയ്ക്ക് ആയിരിക്കും കയറുന്നത്. അപ്പോൾ ആ മൂഡ് നമുക്ക് കാണും. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. ഓരോ ഡ്യൂട്ടികളും പുതിയ ഡ്യൂട്ടികളാണ്. ഈ പുറത്തു നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശബ്ദമുണ്ട് ട്രെയിനിന്റെ, അത് ഈ അകത്തിരിക്കുന്ന ആളും ഭയങ്കര വ്യത്യാസം വരുമല്ലോ. നമ്മൾ സഹിക്കാവുന്നതിനപ്പുറത്തെ സൗണ്ടാണ് ഈ എഞ്ചിനകത്ത്. അതാണ് എഞ്ചിനകത്ത് സൗണ്ട് പ്രൂഫ് അല്ല എഞ്ചിൻ ഒരിക്കലും. അതിൻ്റെ ക്യാബ് സൗണ്ട് പ്രൂഫ് അല്ല. അല്ല ആ ഈ എഞ്ചിൻ്റെ ഫുൾ സൗണ്ട്, എഞ്ചിനടുത്തോടെ പോകുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു പ്രത്യേക സൗണ്ടാണ്. ആ സൗണ്ട് മൊത്തം നമുക്കുണ്ട്. ഓണും നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. പബ്ലിക് തന്നെ കിട്ടുന്നത് കൂടുതൽ ഓണും നമുക്ക് നമ്മുടെ ചെവിയിലാണ് അടിക്കുന്നത്. അതെ, നമ്മുടെ ചെവിയിലാണ്. അതിങ്ങനെ താഴോട്ടാണ് വെച്ചിരിക്കുന്നത് 2 ഓൺ. ഈ ലോക്കോ പൈലറ്റിന്റെ സൈഡിലായിട്ട് 4 സൈഡിലായിട്ട്. ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ചില ലോക്കോകളൊക്കെ AC ചെയ്തിട്ടുണ്ട്. പുറത്തെ ടെമ്പറേച്ചറും ഇതിനകത്തെ ടെമ്പറേച്ചറും കൂടെ കൂടി നമ്മൾ അതിനകത്ത് പുഴുകിയാ വരാറ്. കുറച്ച് സമയമല്ലല്ലോ ഈ പുഴുങ്ങല്. അല്ല, 8 മണിക്കൂർ. മറ്റൊരു അപേക്ഷിച്ച് ഇതിനകത്ത് ഈ അതിന്റെ കൂടെ സമ്മർദ്ദങ്ങളുണ്ടല്ലോ. ഉണ്ട്, സിഗ്നൽ എല്ലാം ഉണ്ട്. അല്ലേ, വല്ലാതെ ബുദ്ധിമുട്ടും. അതായത് മൊത്തത്തിലൊരു ടെൻഷൻ പിടിച്ച ജോലിയാണ്. നമുക്ക് ഉത്തരവാദിത്വം ഏറ്റവും കൂടിയ ജോലിയാണ്. കാരണം വെച്ചാൽ ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ നാഷണൽ അസറ്റ്. പാസഞ്ചർ ആണെങ്കിൽ ഓരോ ജീവിതവും വിലപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ റോഡിലൊക്കെ പോകുമ്പോൾ ഒരാൾ ചത്തു എന്ന് പറഞ്ഞാൽ തന്നെ TV-യിലൊക്കെ എന്തൊരു, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ എന്തൊരു വാർത്തയാണ് വരുന്നത്. അപ്പം ഇതിനകത്തിരിക്കുന്ന 1000, 1500 പേരുടെ, 1200 പേരുടെ ജീവൻ എന്ന് പറയുന്നത് ഈ ഒരു ലോക്കോ പൈലറ്റിനെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ട്രെയിനിന്റെ ആക്സിഡന്റ് ഉണ്ടായാൽ കാഷ്വാലിറ്റി വളരെ വലുതുമായിരിക്കും. അതെ. അപ്പോൾ റെയിൽവേയുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കാഷ്വാലിറ്റി 1% വന്നാലും ഏതാണ്ട് 40 കോടി 30 കോടി 40 കോടി ജനങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ ഇതിനകത്തുനിന്ന് 1% വന്ന് എത്ര വരുമെന്നാണ് റെയിൽവേ ചോദിക്കുന്നത്. അത്രയും വരുന്നില്ലല്ലോ എന്നാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ നമുക്ക് ഓരോ ജീവിതവും വിലപ്പെട്ടതാണ്. അപ്പോൾ അത് നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെ ഇതാണ്. ഈ 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ 8 മണിക്കൂർ നമുക്ക് കണ്ണൊന്ന് ചിമ്മാനുള്ള സമയമില്ല. അപ്പോൾ ഈ നമ്മൾ 8 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കണം. കണ്ണ് ആരെങ്കിലും ഒരാൾ കണ്ണിയും ഒരു സിഗ്നൽ പറയാനാവും വിട്ടുപോയാൽ നമ്മൾ ആബ്സെന്റ് ആയിട്ടാണെങ്കിൽ പോയി 2 പേരുടെ ജീവിതം വിട്ടിപ്പോകും. ഒന്നുകിൽ ഇല്ലെങ്കിൽ ഈ വണ്ടി പോയി വേറൊരു വണ്ടി ഇട്ടിടിക്കും. അപ്പം 2 ആണെങ്കിലും കാഷ്വാലിറ്റിയാണ്. അപ്പം അത് കാരണം നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്. അപ്പം നമ്മൾ യാതൊരു കാരണവശാലും ഷൊർണൂർ ചെല്ലുന്നവരെ കണ്ടടക്കത്തില്ല. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും പറ്റത്തില്ല. ആ ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ റൺ ഓവർ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, ട്രാക്കിൽ ആൾ കയറി നിൽക്കുമ്പോൾ മാത്രമാണ്. അതെ, എനിക്ക് ചോദിക്കാൻ വന്നത് ഒരുപാട് കാഴ്ചകൾ അത്തരത്തിലുണ്ടല്ലോ. ഉണ്ട്. ഈ സൂയിസൈഡ്, സൂയിസൈഡ് ഭയങ്കര പ്രശ്നം. അതെ അതെ അതെ. റെയിൽവേ ഒരുപാട് പേര് തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം ഷുവർട്ടി ഉണ്ട് മരണത്തിന്. അത് നമുക്ക്, അതായത് നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാറ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, വല്ലാത്തൊരു കാഴ്ച ഉണ്ട്, ഒത്തിരി ഉണ്ട്. കാരണം ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം പ്രൊട്ടക്റ്റഡ് ആണ്. ആർമിയുടെ സ്ഥലത്ത് കയറുന്ന പോലെ തന്നെയാണ് റെയിൽവേ ട്രാക്ക് തുറന്നിട്ടിരിക്കുന്ന ഗേറ്റ് ഒഴിച്ച് ഏത് ഭാഗത്ത് കയറിയാലും ആ ആളിനെ ട്രസ്പാസിങ് വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിടാനുള്ള വകുപ്പ് റെയിൽവേയുടെ കയ്യിലുണ്ട്. നടന്നു പോകുന്നവരൊക്കെ പിടിക്കാം. അതായത് നമുക്ക് ഗേറ്റിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നടന്നു പോകുന്നവരെ RPF ഏത് സമയത്തും പിടിച്ചോണ്ട് പോവാം. ട്രസ്പാസിങ് നിയമം അതിന് അവിടെ പലടത്ത് വെച്ചിട്ടുണ്ട്. ട്രസ്പാസ് ചെയ്യുന്നവരെ പിടിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ഈ നാട്ടിലൊന്നും നടക്കത്തില്ല. ഈ റൺ ഓവർ വരുമ്പോൾ നമുക്ക് ട്രെയിൻ നിർത്താൻ അധികാരമില്ല, നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. അപ്പം നമ്മൾ ചിലപ്പം ദൂരം, നമ്മളിപ്പം മുമ്പ് പറഞ്ഞ പോലെ 450 മീറ്റർ പിടിച്ചാലേ നമ്മൾ വണ്ടി നിൽക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഈ 450 മീറ്റർ ബ്രേക്കൊക്കെ പിടിച്ച് ചെല്ലുമ്പോൾ അവനവിടെ നമ്മളെ കൈകാൻ ടാറ്റ എന്ന് വെച്ചാൽ ഓടിപ്പോവും. അപ്പം നമ്മളോട് ഈ പുറകെ ഇരിക്കുന്ന ഗാഡി ഇതെല്ലാം നോട്ട് ചെയ്യും. നമ്മളിപ്പോൾ എന്തിനാണ് സ്ലോ ചെയ്തത്, എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കും. അപ്പം നമ്മൾ ആൾ നിൽക്കുന്ന പറഞ്ഞാൽ ആളെവിടെ നിന്നൊന്ന് ചോദിക്കും. അപ്പം നമുക്ക് അങ്ങനെ നിർത്താനുള്ള ഇതൊന്നും റെയിൽവേ തന്നിട്ടില്ല. ചിലപ്പോൾ നമ്മളൊരാൾ മനഃപൂർവ്വം കിടക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്താറുണ്ട്. അത് നിർത്തുന്ന ഡിസ്റ്റൻസിലാണെങ്കിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 1/2 കിലോമീറ്റർ ദൂരം കാണാം, അവിടെ ഒരാൾ കിടക്കുന്നു, സൂയിസൈഡ് ചെയ്യാനാണെന്ന് തോന്നിയാൽ നമ്മൾ നിർത്താറുണ്ട്. നിർത്തി ആളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അയാളുടെ വിറ്റ്നസ്സും മേടിച്ച് കാർഡിനും കൊടുക്കും, മുകളിലോട്ടും പറഞ്ഞു കൊടുക്കും. ആളിങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ കിടന്നാന്ന് പറയും. പക്ഷേ ആളില്ലാത്തടത്ത് നമ്മൾ ബ്രേക്ക് പിടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറ്റമാണ്. അതുകൊണ്ട് അങ്ങനെ പിടിക്കാൻ നമുക്ക് വകുപ്പില്ല. റൺ ഓവർ ആകുന്ന ഈ 450 മീറ്ററിനകത്ത് ആൾ നിന്ന് കഴിഞ്ഞാൽ ഇടിച്ചിരിക്കും. നിൽക്കത്തില്ല. അത് 10 കിലോമീറ്റർ സ്പീഡിൽ പോയി ഇടിച്ചാലും ആൾ ചത്തുപോകും. നമ്മൾ തൊട്ടടുത്ത് നമ്മളാണല്ലോ ഏറ്റവും കാണുന്നത്. ഒരു ലോക്കോ പൈലറ്റ് ആണല്ലോ ഇത് കാണുന്നത്. അതെ, ലോക്കോ പൈലറ്റ് കാണുന്ന പറഞ്ഞാൽ നമുക്ക് ആള് മരിക്കുന്നൊന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടുന്ന് ഒരു 3 മീറ്റർ അപ്പുറമുള്ളത്, അതായത് ഈ ഹൈറ്റിൽ നിന്ന് ലോക്കോയുടെ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, ബ്ലാക്ക് സ്പോട്ടിൽ ഈ ചോട്ടി നടക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു ഡിസ്റ്റൻസിൽ ആ വ്യക്തിയെ കാണാം. വ്യക്തി അവിടെ നിൽക്കുന്നറിയാം, ഇടിക്കുന്ന സൗണ്ട് കേൾക്കാം. അതൊക്കെ കഴിയും. അസ്വസ്ഥപ്പെടുത്തിയ കാഴ്ചകളുണ്ടോ? അസ്വസ്ഥത ഉണ്ടാക്കിയ കാഴ്ചകൾ മനസ്സിന്
അസ്വസ്ഥ ഉണ്ടാക്കിയ കാഴ്ചകൾ ഒത്തിരി ഉണ്ട്. എങ്കിലും എങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാനായിട്ട് നമുക്ക് ചിലത് നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടില്ല. ചിലത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും ഈ ദിവസങ്ങളോളം. അങ്ങനെ ഏത് അതായത് ഒരാളെ എങ്ങനെ ട്രെയിൻ അടിച്ചാലും ലോക്കോ പൈലറ്റിന് ഒരു 2 ദിവസത്തിന് അസ്വസ്ഥതയായിരിക്കും. കാരണം നമ്മുടെ കുറ്റം അല്ലെങ്കിലും നമ്മുടെ കുറ്റമല്ലത്. ട്രെയിൻ അടിക്കുന്നതും ട്രെയിനിൽ കയറിക്കുന്നതും സൂയിസൈഡ് ചെയ്യുന്നതും നമ്മുടെ കുറ്റമല്ല. അല്ലെങ്കിലും ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ. അതായത് നിഷ്കളങ്കരെ സംബന്ധിച്ച്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അത് 90% പേർക്കും. ഒരു ക്രിമിനൽ മൈൻഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾ ചത്തുപോയല്ലോ, നമ്മുടെ ഒരു ഭാഗം കൂടി അതിനകത്തുണ്ടല്ലോ. കാരണം നമുക്ക് ബ്രേക്ക് പിടിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ലെങ്കിലും നമ്മുടെ വണ്ടിക്ക് വന്ന് ഇടിച്ചല്ലോ, അതൊരു അസ്വസ്ഥ ഉണ്ടാക്കുന്ന എല്ലാ ലോക്കോ പൈലറ്റിനെ സംബന്ധിച്ച് 2 ദിവസത്തേന് ആ ഇത് കാണും. ഒരാൾക്കെന്നല്ല, എല്ലാവർക്കും കാണും. അങ്ങനെ നേരിട്ടൊരു അനുഭവം എവിടെ വെച്ചായിരുന്നു? നേരിട്ടുള്ള അനുഭവം ഞാൻ ആദ്യം അസിസ്റ്റന്റ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് മദ്രാസിൽ. അപ്പം അത് ഓടിച്ചുകൊണ്ടിരുന്ന ഗുഡ്സ് ഡ്രൈവറാണ്. ഗുഡ്സ് പോയപ്പോഴാണ് ഒരാൾ ട്രാക്കിൽ ഈ താമ്പര സൈഡിൽ ഇരുന്നത്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി നോക്കി നേരത്തെ ഒക്കെ ബോഡി അതിനകത്ത് നിന്ന് അസസ് ചെയ്ത് എടുത്ത് ട്രാക്കിന് വെളിയിലിട്ടിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു ആക്സിഡന്റ് നടന്നാൽ നമ്മളവിടെ വണ്ടി നിർത്തണം. ആക്സിഡന്റ് നടന്നാൽ വണ്ടി നിർത്തി ബോഡി ക്ലിയർ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെയൊക്കെ അത് നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവിടെയൊക്കെ പിന്നെ ഇപ്പം RPF വരും, അല്ലെ ലോക്കൽ പോലീസ് വരും, വന്ന് ബോഡി മാറ്റിയിട്ടേ അല്ലെങ്കിൽ നമ്മൾ ബോഡി ഔട്ട് ഓഫ് ട്രാക്ക് ആണെന്ന് മെസ്സേജ് കൊടുത്തിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഇവർ വന്ന് ക്ലിയർ ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ അതിനൊരു ആക്സിഡൻറ്റ് ഫോം ഉണ്ട്, അത് കാർഡ് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കണം, എങ്ങനെയാണ് എന്താണ് നടന്നതെന്നുള്ളത് അതെല്ലാം ഉണ്ട്. അത് ഏത് റണ്ണോവർ വന്നാലും നമുക്ക് ആ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ്. ഇപ്പോൾ ലോക്കോ പൈലറ്റിന്റെ ജീവിതത്തിൽ നിന്ന് മാനസികമായിട്ട് കഴിഞ്ഞു. മാനസികമായി പിരിഞ്ഞു. ഒരു വർഷം കഴിച്ചില്ലേ കഴിഞ്ഞു. സൗണ്ട് കേൾക്കാതെ ഉറക്കം പറ്റില്ല എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. ഈ സൗണ്ട് കേട്ട ഉറക്കം പോകില്ലേ? സൗണ്ട് കേട്ട ഉറക്കം പോകും. ഉറങ്ങാതിരുന്നല്ലേ ശീലം. നമുക്ക് ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറണമെങ്കിൽ നമ്മളൊരു 6 മാസമെങ്കിലും പിടിക്കും ആ അറ്റ്മോസ്ഫിയർ. ഇതിപ്പം അന്നത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നീ രാത്രി ഡ്യൂട്ടി പകലുറക്കം, അല്ലെ പകൽ ഡ്യൂട്ടി രാത്രി ഉറക്കം. അങ്ങനെ രാത്രിയുടെ പാർഷ്യലേ കിട്ടുള്ളൂ. ഔട്ട് സൈഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വണ്ടി അനുസരിച്ച് 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക് സമയങ്ങളിലൊക്കെ നമ്മളെ വിളിക്കും വണ്ടിക്ക് പോകാനായിട്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് ഉറക്കം കിട്ടത്തില്ല. റിട്ടയർഡ് വരുമ്പോൾ നാച്ചുറൽ ലൈഫിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും കഴിയും. നമ്മൾ നോർമലി രാത്രി ഫുൾ ഉറങ്ങി, എന്നാലും രാത്രി ഫുൾ ഉറങ്ങാൻ പറ്റുന്നവരൊക്കെ കുറവാണ്. എല്ലാവരും ഒരു 3 മണിയാകുമ്പോൾ ഉണരും. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്കൊരു ലൈഫ് കിട്ടുന്ന റിട്ടയർ ആയതിനു ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. ഫാമിലിയോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സമയം. അപ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ടാവും 60 എന്ന് പറയുമ്പോഴത്തേക്കും. അത് തന്നെയല്ലേ ഈ ഇതുപോലെയുള്ള വർക്കിങ്ങിലാകുമ്പോഴത്തേനും ടെമ്പറേച്ചർ, ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ലായ്മ, സമയത്ത് ഭക്ഷണം കിട്ടായിക, സമയത്ത് റെസ്റ്റ് എടുക്കായിക, ഒക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ആരോഗ്യമൊക്കെ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയോട് കൂടി കിട്ടുള്ളൂ. വൈഫ്, 2 പെൺപിള്ളേർ, മൂത്തയാൾ MBBS പഠിക്കുന്നു ഇവിടെ മെഡിസിറ്റിയിൽ, രണ്ടാമത്തെ ആൾ +1 പഠിക്കുന്നു ഇവിടെ SN പബ്ലിക് എന്ന് പറയുന്ന സ്കൂളിൽ. ഇതുപോലെ ഒരുപാട് ലോക്കോ പൈലറ്റുകൾ ജീവിതത്തിലെ വലിയ ശതമാനം എഞ്ചിൻ ക്യാബിനുള്ളിൽ അല്ലെങ്കിൽ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നല്ല സമയങ്ങൾ ചെലവഴിച്ച് കളയുക. അവരോട് നന്ദിപൂർവ്വം അവരെ ബഹുമാനത്തോടെ സ്മരിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.